101 സങ്കീർത്തനമാണ് ഇന്ന് നമ്മൾ സങ്കീർത്തന ഭാഗം വായിപ്പാനിടയായത്. ആമേൻ. ദാവീദിന്റെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനമാണ് 101 സങ്കീർത്തനം. ആമേൻ. അതിൻ്റെ 1 മുതൽ തീർത്ത് വായിക്കുമ്പോൾ സ്തോത്രം പ്രധാനമായും 3 വിധ ഹൃദയങ്ങളെ കുറിച്ച് ഇതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നതായി കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അതിൻ്റെ 2ാമത്തെ വാക്യത്തിൽ കടന്നു വരുമ്പോൾ നിഷ്കളങ്ക ഹൃദയം എന്നൊരു പദം നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അടുത്ത 4ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്കെല്ലാം ഏറെ ഉള്ളതായിട്ടുള്ള ഒരു ഹൃദയമാണ് വക്ര ഹൃദയം എന്നുള്ള ഒരു ഹൃദയം. അതും അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. സ്തോത്രം. അടുത്ത അതിൻ്റെ 5ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ നിഗള ഹൃദയം എന്നുള്ളതും നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഏറെക്കുറെ നമുക്കുള്ള 2 ഹൃദയങ്ങളെ കുറിച്ചും ചുരുക്കം ചിലർക്കുള്ള നിഷ്കളങ്കമായ ഒരു ഹൃദയത്തെ കുറിച്ചുമാണ് ഇതിനകത്ത് പ്രതിപാദ്യ വിഷയം. സ്തോത്രം. മനസ്സിലായോ ഇല്ലെന്ന് എനിക്കറിയില്ല. ഏതായാലും കർത്താവ് നമ്മെ ധാരാളമായി സഹായിക്കട്ടെ. ഹല്ലേലൂയ. ആമേൻ. ദൈവം നീതിയുള്ളവനാണ്, അല്ലേ? ദൈവം ആരാണ്? നീതിയുള്ളവനാണ്. സ്തോത്രം. ഒരിക്കലും ദൈവത്തിന്റെ സ്വഭാവങ്ങൾക്ക് എന്ത് വരുന്നില്ല? ഒരിക്കലും മാറ്റം വരില്ല. അതാണ് ദൈവം. സ്തോത്രം. എന്നാൽ നമുക്കാണ് മാറ്റം വരുന്നത്. നമ്മുടെ സ്വഭാവങ്ങൾക്കാണ് ഒരുപാട് മാറ്റം വരുന്നത്, അല്ലേ? ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട്, പക്ഷേ മാറ്റങ്ങൾ നല്ലതാണ്. ഈ കാലത്ത് നമുക്ക് എന്നും ഇങ്ങനെ ഇരുന്നാൽ പോരാ, മാറ്റങ്ങൾ നല്ലതാണ്. എന്നാൽ നമ്മൾ മാറേണ്ടത് സ്തോത്രം ദൈവ വചനപ്രകാരം ആയിരിക്കണം എന്നുള്ളത് ഞാനൊരു ബുദ്ധിയുപദേശമായി നിങ്ങളോട് ഓർപ്പിക്കുവാനായി കർത്താവിൽ താല്പര്യപ്പെടുകയാണ്. സ്തോത്രം. ഞാൻ വലിയൊരു ഇളക്കപ്പെരുപ്പത്തിൻ്റെ ഒരു പ്രസംഗം നടത്താൻ ആഗ്രഹിക്കുന്നില്ല. ശേഷിക്കുന്ന സമയങ്ങൾ ദൈവ വചനത്തെ അല്പചില കാര്യങ്ങൾ പ്രസ്താവിക്കുവാനാണ് പകലിൽ കർത്താവിൽ താല്പര്യപ്പെടുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. നമുക്ക് അതിന് ആധാരമായിട്ട് അതിൻ്റെ 3ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരാം. ഞാൻ ഒരു നീച കാര്യം എൻ്റെ കണ്ണിന് മുൻപിൽ വയ്ക്കുകയില്ല. ക്രമം കെട്ടവരുടെ പ്രവൃത്തിയെ ഞാൻ വെറുക്കുന്നു. അത് എന്നോട് ചേർന്ന് പറ്റുകയില്ല. ഏത്? ക്രമം കെട്ടവരുടെ പ്രവൃത്തി. ദാവീദ് പറയുകയാണ്, എന്നോട് ചേർന്ന് പറ്റുകയില്ല. കാരണം താൻ ദൈവത്തോട് പറ്റിയിരിക്കുന്ന ഒരു ദൈവ മനുഷ്യനാണ്. സ്വതം. ദാവീദ് ആരോടാണ് പറ്റിയിരിക്കുന്നത്? ആമേൻ. സങ്കീർത്തനം ഇങ്ങനെ വായിക്കുന്ന, അവൻ എന്നോട് പറ്റിയിരിക്കുകയാൽ ഞാൻ അവനെ വിടുവിക്കും. അപ്പോൾ ദൈവത്തോട് പറ്റിയിരിക്കണം. ദൈവത്തോട് പറ്റിയിരിക്കുമ്പോൾ ക്രമം കെട്ടവരുടെ പ്രവർത്തികളിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? വിട്ടുമാറാൻ കഴിയും, ദൈവത്തോട് പറ്റിച്ചേരുമ്പോൾ. എന്നാൽ സ്തോത്രം, പിശാച് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മൾ ദൈവത്തോട് അടുത്തൊക്കെ ഇരിക്കുന്നതൊക്കെ വലിയ കുഴപ്പവുമായിട്ട് അദ്ദേഹത്തിന് തോന്നാറില്ല. പറ്റിയിരിക്കുന്നതിനേക്കാൾ ഒട്ടിയിരിക്കാനാണ് പിശാച് നമ്മെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നത്. ഒട്ടിയിരിക്കുക. സ്തോത്രം. ഈ ഒട്ടിയിരിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, പിശാച് എപ്പോഴുമാണ് നമ്മളെ തട്ടി മാറ്റും. പക്ഷെ പറ്റിയിരിക്കുന്നവനെ എന്ത് ചെയ്യാൻ ഒക്കുകയില്ല, തട്ടി മാറ്റാൻ ഒക്കുകയില്ല. അതുകൊണ്ടാണ് ഇത്തിൽ പിടിക്കുന്ന മരത്തിന്റെ കൊമ്പോടെ എന്ത് ചെയ്യുന്നത്? ആൾക്കാർ വെട്ടിക്കളയുന്നത്. സ്തോത്രം. അതിനെ എത്ര പറിച്ചെറിഞ്ഞാലും ആമേൻ, ചില ദിവസങ്ങൾ കഴിയുമ്പോൾ വീണ്ടും അവിടെ എന്ത് വരും? അത് കിടത്തു വരും. അതുകൊണ്ടാണ് ആമേൻ, അതാണ് ഉത്തമ ഉദാഹരണം. സ്തോത്രം. പറ്റിയിരുന്ന, അല്ലേ? സ്തോത്രം. നമ്മൾ പാട്ട് പാടും, പറ്റിച്ചേർന്നവൻ നിൽക്കുമേ ഒടുവിൽ പക്ഷത്ത്. എന്നാൽ ഈ കാലഘട്ടത്തിൽ അങ്ങനെയല്ല. പറ്റിച്ചേർന്നവൻ നിൽക്കുമേ ഒടുവിൽ പറ്റിച്ചിട്ടു പോയിടുമേ. കാരണം നമുക്കറിയാം, പറ്റി നിന്നവരെല്ലാം പറ്റിച്ചു പോയവരാണ്. എന്നാൽ ഇന്ന് പകലിൽ പറ്റി നിൽക്കുവാൻ ആമേൻ, സ്തോത്രം, കർത്താവ് നമ്മുടെ മുൻപിലുണ്ട്.
അവനോട് പറ്റിയിരുന്നാൽ ആമേ സ്തോത്രം, ആമേ എന്ത് ചെയ്യത്തില്ല, ക്രമം കെട്ടവരുടെ പ്രവൃത്തിയെ വിട്ട്, അല്ലെ? ദൈവത്തെ ആരാധിക്കുന്ന ദൈവ പൈതലിന് ആമേ ക്രമമുണ്ട്. ക്രമമുള്ള ക്രിസ്തീയ ജീവിതം, നമ്മുടെ ആത്മീയ ജീവിതം ക്രമത്തിലായിരിക്കണം. നമ്മുടെ കുടുംബ ജീവിതം ക്രമത്തിലായിരിക്കണം. നമ്മുടെ വിശ്വാസ ജീവിതം ക്രമത്തിലായിരിക്കണം. കാരണം നമ്മൾ ആരാണ്? നമ്മൾ ദൈവമക്കളാണ്. മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? സ്വന്തം ഒന്നാമതായി നമുക്കുണ്ടായിരിക്കേണ്ട അറിവ് നാം ആരാണ് എന്നുള്ള അറിവാണ്. നമ്മൾ ആരാ? അതിനെ കുറിച്ചുള്ള അറിവ് നിങ്ങൾക്കുണ്ടോ? മുമ്പേ നമ്മൾ ആരായിരുന്നു എന്ന് നമുക്കറിയാം. മുമ്പേ നമ്മൾ ആരായിരുന്നു? പ്രകൃതിയാൽ ജാതികളായിരുന്നു, അല്ലെ? മുമ്പേ നമ്മൾ ആരായിരുന്നു? ഈ ലോകത്തിന്റെ അധിപതി അനുസരിച്ച് ജീവിച്ചു വന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ ഇന്ന് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ചു വേർപെട്ട് ദൈവത്തെ ആരാധിക്കുന്ന ഓരോ ദൈവമക്കളും മനസ്സിലാക്കണം, ആമേൻ, ഞാനും നിങ്ങളും ലോകക്കാരല്ല, ഞാനും നിങ്ങളും ദൈവത്തിന്റെ മക്കളാണ്. സ്വതം, അല്ലെ? നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുന്നെങ്കിലും ഈ ലോകക്കാരല്ല. ഈ ഭൂമി ഒരു വാടക വീടാണ്. ഇത് വിട്ടൊരു ദിവസം നമ്മൾ ഒഴിഞ്ഞു പോകണം. ഹല്ലേലൂയ, ആമേൻ. ഇവിടെ നമ്മൾ കെട്ടിക്കാടുന്ന സകല വേഷങ്ങളുണ്ട്. ഒത്തിരി വേഷങ്ങൾ നമ്മളിവിടെ കെട്ടുന്നുണ്ട്, അല്ലെ? ഒരുപാട് വേഷങ്ങൾ നമ്മൾ കെട്ടിയാടുന്നുണ്ട്. സ്തോത്രം, 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 അല്ലെ? ഒരുപാട് വേഷങ്ങൾ നമ്മൾ ആടുന്നുണ്ട്. വിശ്വാസി എന്ന വേഷം നമ്മൾ ആടുന്നുണ്ട്. ഭക്തൻ എന്ന വേഷം നമ്മൾ ആടുന്നുണ്ട്, അല്ലെ? അപ്പൻ, അമ്മ, മക്കൾ, സഹോദരങ്ങൾ എന്ന പല വേഷങ്ങൾ നമുക്കുണ്ട്. എന്നാൽ ആമേൻ സ്തോത്രം, ഇതെല്ലാം ഒരു നാടക വേഷങ്ങളാ. ഇതെല്ലാം ഒരു ദിവസം നമ്മൾ അഴിച്ചു വെച്ചിട്ട് ഈ ലോകത്തിൽ നിന്നും നമ്മൾ പറന്നു പോകേണ്ടവരാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, ഈ ഭൂമിയിൽ നമ്മൾ ആരാണ്? അന്യരും പരദേശികളുമാണ്. ഈ കാലം അതൊരു പ്രവാസകാലമാണ്. ഇതിനെ നമ്മൾ ഭയത്തോടെ കഴിക്കണം. അതുകൊണ്ട് ദാവീദ് പറയുന്നു, ക്രമം കെട്ടവരുടെ പ്രവൃത്തിയെ നമ്മൾ ഉപേക്ഷിക്കാൻ തയ്യാറാകണം. ഹല്ലേലൂയ. ക്രമക്കേട് പാടില്ല. വിശ്വാസ ജീവിതത്തിൽ ക്രമക്കേട് പാടില്ല. ആത്മീക ജീവിതത്തിൽ ക്രമക്കേട് പാടില്ല. മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? ആമേൻ സ്തോത്രം. 2 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ആമേൻ ഒരു കാര്യം നിങ്ങൾക്ക് അവിടെ മനസ്സിലാകും. ഒന്ന് വായിക്കാമോ? 2 തെസ്സലോനിക്കർ 3:7. ഒന്നുകൂടെ. ഞങ്ങളെ അനുകരിക്കേണ്ടത് എങ്ങനെയെന്ന് ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ ക്രമം കെട്ട് നടന്നിട്ടില്ല. നിങ്ങളെല്ലാവരും വളരെ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് സ്വതന്ത്രം പറയാനൊന്നും തോന്നുന്നില്ല. ആമേൻ. അതുകൊണ്ട് ഇനിയിപ്പോ പുള്ളി പറഞ്ഞതുകൊണ്ടൊരു സ്വതന്ത്രം അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനൊന്നും പറയണ്ട. നിങ്ങൾ പറയുന്ന സ്തോത്രത്തിന് വിലയുണ്ടെന്ന് പോലും നമുക്കറിയില്ല. നിങ്ങൾക്കറിയാമോ സ്തോത്രത്തിന് വിലയുണ്ടെന്ന്? ബൈബിള് പഠിപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാനൊരു ദൈവദാസന്റെ ഒരു ദൂത് കേട്ടപ്പോൾ എനിക്ക് കുറച്ചുകൂടെ അതിന്റെ കാര്യഗൗരവം മനസ്സിലായി. സ്തോത്രം എന്ന് പറയുന്നത് ഒരു യാഗമാണ്. സ്തോത്രം എന്ന് പറയുന്നത് എന്താണ്? അല്ല നമ്മള് സ്വാത്രം 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 പറയാം. സ്വാത്രം സ്വാത്രം പാസ് പറഞ്ഞതുകൊണ്ട് അങ്ങനെയല്ല. സ്തോത്രത്തിന് വിലയുണ്ട്. ഒരു കാളയെ വെട്ടി നുറുക്കി ആമേൻ അതിന്റെ കളയേണ്ട ഭാഗങ്ങളൊക്കെ കളഞ്ഞ് ഒരു യാഗപീഠത്തിൽ അതിനെ നുറുക്കി വെക്കുന്ന ഒരു യാഗത്തോടാണ് സ്തോത്രത്തെ താരതമ്യം ചെയ്തിരിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? നിങ്ങളുടെ വായിൽ നിന്ന് ഒരു സ്തോത്രം പുറത്തു വരുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? ആമേൻ സ്തോത്രം. നിങ്ങൾ ഒരു യാഗപീഠത്തിൽ ഒരു കാളയെ അതിനെ തല വെട്ടി, കാല് വെട്ടി, വാല് വെട്ടി, തോല് ഉരിച്ച് അതിനെ നെടുവെ കീറി അതിനകത്ത് കിടക്കുന്ന വൈക്കോലും പിന്നാക്കും അതിനകത്ത് കിടക്കുന്ന കുടലും
വപയും മേധസ്സും രഹസ്യഭാവങ്ങളും ഇതെല്ലാം ചുരുട്ടി കൂട്ടി വലിച്ചു പുറത്ത് കളഞ്ഞിട്ട് അതിനെ പച്ചവെള്ളം കൊണ്ട് കഴുകി യാഗപീഠത്തിൽ വച്ച് കഷ്ണം കഷ്ണമായി മുറുക്കി ആമേ സ്തോത്രം അതിന്റെ മുമ്പിൽ സ്വർഗത്തിലേക്ക് നോക്കി ആമേ യാഗപീഠത്തെ ആമേ പ്രസാദിക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ യാഗപീഠത്തിൽ തീയിറങ്ങി ദഹിച്ച് അത് ദൈവത്തിന് സൗരഭ്യവാസനയുള്ളതായി തീരുന്നതിന് തുല്യമാണ് ആമേ പുതിയ നിയമസഭ പറയുന്ന ഒരു സ്തോത്രം. മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രത്തിന് വിലയുണ്ട്. അതിനകത്തൊരു പ്രശ്നം വരുമ്പോൾ വഴി മുട്ടി നിൽക്കുമ്പോൾ ഒരു 100 സ്തോത്രം പറഞ്ഞാൽ വഴി തുറക്കും. പഠിക്കാൻ ബുദ്ധിയില്ല എങ്കിൽ ഒരു 100 സ്തോത്രം പുസ്തകം എടുത്ത് വെച്ചിട്ട് അവൻ കുറെ സ്തോത്രം എന്ന് പറഞ്ഞാൽ അവൻ നിന്റെ ബുദ്ധിയുടെ കവാടങ്ങളെ ദൈവം തുറന്നു തരും. സ്തോത്രം. എത്ര പ്രാർത്ഥിച്ചിട്ട് പോലും നല്ല ജോലി ലഭിക്കുന്നില്ലെങ്കിൽ അവൻ മുഴങ്കാലം മടക്കി ദൈവസന്നിധിയിൽ കർത്താവേ എനിക്കൊരു ജോലി ആവശ്യമാണത് തകർമാറാകണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നതിനായി സ്തോത്രം, തന്നതിനായി സ്തോത്രം, തന്നതിനാ ആമേ സ്തോത്രം എന്ന് പറഞ്ഞാൽ ആമേ ആ തടസ്സങ്ങൾ ദൈവം മാറ്റും. സ്തുതിക്ക് ശക്തിയുണ്ട്, സ്തോത്രത്തിന് ശക്തിയുണ്ട്. അതുകൊണ്ട് ആമേ സ്തോത്രം നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തെ ആമേ സ്തുതിക്കുന്നവരായിരിക്കണം, സ്തോത്രം പറയുന്നവരായിരിക്കണം. ഹല്ലേലൂയ. ആമേ സ്തോത്രം, സ്തോത്രം എന്നൊക്കെ നമ്മൾ പറയണം. അപ്പോ വേഗത്തിൽ ആ ഭാഗം ചിന്തിക്കട്ടെ. സ്തോത്രം. പൗലോസ് പറയുകയാണ്, നിങ്ങളുടെ ഇടയിൽ ഞങ്ങൾ എന്ത് ചെയ്തിട്ടില്ല? ക്രമം കെട്ട് നടന്നിട്ടില്ല. സ്തോത്രം. ആരാധനയ്ക്ക് ക്രമമുണ്ട്. ശ്രദ്ധിക്കുന്നുണ്ടോ നിങ്ങള്? ആരാധനയ്ക്ക് എന്തുണ്ട്? ക്രമമുണ്ട്. എന്താ ക്രമം? ആരാധനയ്ക്ക് വരുന്നതിന് ക്രമമുണ്ട്, ആരാധനയ്ക്ക് ഇരിക്കുന്നതിന് ക്രമമുണ്ട്, ആരാധന വിട്ടു പോകുന്നതിന് ക്രമമുണ്ട്, ആരാധനയ്ക്ക് വന്നിട്ട് വീട്ടിൽ പോയാൽ എങ്ങനെ ജീവിക്കണം എന്നുള്ളതിന് ക്രമമുണ്ട്. അല്ലാതെ കുത്തഴിഞ്ഞ പുസ്തകമല്ല പെന്തിക്കോസ് ജീവിതം. മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? എങ്ങനെ ആരാധനയ്ക്ക് വരണം, അതിന് ക്രമമുണ്ട്. ഇന്നലെ ഒരു മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്തപ്പോ അങ്ങനെ കുറെ പേര് ബൈബിളൊക്കെ കൊണ്ടുപോകും. 1-2 പയ്യന്മാര് മാത്രം ഫോണും നോക്കിക്കൊണ്ടുപോകും. സ്വന്തം 1-2 പേര് എന്ത് കൊണ്ടുവന്നു? ഫോണും നോക്കിക്കൊണ്ടുപോകും. എന്നെ ശ്രദ്ധിക്കുക. ആരാധനയ്ക്ക് വരുന്നതിന് ക്രമമുണ്ട്. ബൈബിൾ നിന്റെ കയ്യിൽ ഉണ്ടായിരിക്കണം, ഒരു പാഠ്യപുസ്തകം ഉണ്ടായിരിക്കണം, അവൻ പറ്റുമെങ്കിൽ ഒരു ഡയറി കൊണ്ടുവരണം. ഇവിടെ കേൾക്കുന്ന വചനങ്ങൾ കുറിച്ചു വെക്കണം. നീ അറിവിന്റെ നിറകുടമൊന്നുമല്ലല്ലോ നമ്മൾ. സ്തോത്രം. നമുക്ക് ബോധിച്ചതുപോലെ അല്ല ആരാധനയ്ക്ക് വരേണ്ടത്, നമുക്ക് ബോധിച്ചതുപോലെ അല്ല ആരാധനയിൽ ഇരിക്കേണ്ടത്. ചിലര് ഇരിപ്പ് കണ്ടു കഴിഞ്ഞാൽ സങ്കടം വരും. ഫെലിസ്ത്യർക്ക് മൂലക്കുരു പിടിച്ചതുപോലെയാണ്. മനസ്സിലാകുന്നില്ല? അത് വന്നു കഴിഞ്ഞാൽ ഇരിക്കാനൊക്കെ വെച്ച് ബുദ്ധിമുട്ടാണ്. ഒരു കാര്യങ്ങളും ചിലരൊക്കെ ഞാൻ ശുശ്രൂഷിക്കുന്ന കാണുമ്പോൾ ഭയങ്കര ദേഷ്യത്തിന്, എന്റെ പൊന്ന് ദൈവമക്കളെ, എന്റെ മുഖഭാവം ഇങ്ങനെയാ. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. നിങ്ങൾ ചിന്തിക്കും പുള്ളി കലി കയറി അങ്ങ് തുള്ളുവാ. ഇല്ലെന്നേ, ഭയങ്കര സ്നേഹത്തോടെയാണ് പറയുന്നത്. പക്ഷെ എന്ത് ഇങ്ങനെ ഒരു മുഖമാണ് ദൈവം എനിക്ക് തന്നിരിക്കുന്നത്. അല്ലാതെ ദേഷ്യഭാവമൊന്നും അല്ല ഈ കാണുന്നത്. പറയേണ്ടത് പറയണം, ഉപദേശിക്കേണ്ടത് ഉപദേശിക്കണം. കർത്താവിന്റെ വചനം പഠിപ്പിക്കുന്നു, നീ അന്യത ഉപദേശിക്കരുത്. എന്ത് ചെയ്യരുത്? അന്യത ഉപദേശിക്കരുത്, വേണ്ടാതീനം ഉപദേശിക്കരുത്. സഭ എങ്ങനെയായിരിക്കണം? സഭയ്ക്ക് ക്രമം വേണം, ആരാധനയ്ക്ക് ക്രമം വേണം. വീട്ടിലൊരു പ്രാർത്ഥന വെക്കുമ്പോൾ അതിന് ക്രമം വേണം. മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? സ്തോത്രം. അത് ആമേൻ. ദൈവമക്കളും ദൈവദാസനും വരുന്നതിന് മുൻപ് വീട്ടിൽ ആരാധനയ്ക്ക് ഒരുക്കം നടന്ന് കഴിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ പണ്ടൊരാള് പറഞ്ഞതുപോലെ ആമേൻ, എടി ശ്വാസാമേതെ പാസ്റ്റർ വരുന്ന ചൂലൻ അടിക്കുന്നു. സഹോദരിയെ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ? എന്താ പറഞ്ഞേ?
എടി ശോശാമ്മേ, പാസ്റ്റർ വരുന്നു, ചൂലിട്. പാസ്റ്റർ അടിക്കുന്ന കാര്യമല്ല, വീട്ടിനൊക്കെ അടിക്കുന്ന കാര്യമാണ്. നമുക്കൊരു ക്രമം വേണം. ക്രമം കെട്ട് നമ്മൾ നടക്കാൻ പാടില്ല. നമ്മുടെ വീട്ടിലൊരു പ്രാർത്ഥന വയ്ക്കുമ്പോൾ വീട്ടുകാരാണ് ഒരുങ്ങേണ്ടത്. നിങ്ങളുടെ പ്രാർത്ഥനയാണ്, നിങ്ങളുടെ വിടുതല അവിടെ നടക്കേണ്ടത്. വരുന്നവൻ ആരാധിച്ചെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് വിടുതൽ കിട്ടത്തില്ല. വരുന്നവൻ പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞാൽ ഒന്നിന്റെ കൂടെ ഒരു തള്ള അത്രയേ ഉള്ളൂ. നിങ്ങൾ ഒരുങ്ങണം. ആമേൻ. നേരത്തെ ഇടണം. 5 മിനിറ്റ് മുമ്പ് ഇരുന്ന് മുട്ട് മടക്കി ദൈവസന്നിധിയിൽ മുഴക്കാലം മടക്കി കരയണം. 1000 രൂപ മുടക്കി ഒരു പ്രാർത്ഥന വയ്ക്കുന്നത് ആമേൻ എന്ത് ചെയ്യരുത്? നഷ്ടപ്പെടരുത്, ചടങ്ങായി മാറരുത്. സ്വതന്ത്രം സ്വതന്ത്രം വീറും വൃത്തിയോടെ വന്ന് ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കണം. അല്ലാതെ എന്റെ വീട്ടിലെ പ്രാർത്ഥനയാണെന്ന് പറഞ്ഞ് ഞാൻ സ്തോത്രം ഈ കയ്യിൽ കൊണ്ട് കൊടുത്തേച്ച് സ്തോത്രം ഒരു അവിടെ ഇവിടെ എല്ലാം 100% കിഴിവായ ടീഷർട്ട് ഇട്ടുകൊണ്ടിരിക്കരുത്. അവിടെ കൂടെ കാറ്റ് കയറും, ഇവിടെ കൂടെയും കൈപൊക്കി സ്തോത്രം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തിമിംഗല വാറുറമ പോലെ എല്ലാം കീറി പറഞ്ഞു കിടക്കുക. വീട്ടിൽ ഇടുന്നേ പാടില്ല. സ്തോത്രം. യോശുവയുടെ വസ്ത്രത്തിൽ അല്പം അഴുക്ക് പറ്റിയപ്പോ സാത്താൻ ചെന്നു, കണ്ടോ നിന്റെ ഭക്തന്റെ വസ്ത്രം മുഷിഞ്ഞതെന്നാ പറഞ്ഞേ. പിശാചി നിന്നെ കുറ്റം പറയുമെന്നേ. സാത്താൻ നിന്നെ കുറ്റം പറയും. അത് പാടില്ല. അപവാദിയാണ് പിശാച്. അവന്റെ അപവാദം കേൾക്കാൻ പാടില്ല. നമ്മൾ ക്രമമുള്ളവരായി മാറണം. നമ്മുടെ വീട്ടിലെ പ്രാർത്ഥന നമ്മുടെ അനുഗ്രഹമാണ്. ആര് വന്നാലും ശരി, വന്നില്ലെങ്കിലും ശരി, കർത്താവിന്റെ വീട്ടിലുണ്ട്. ഇന്നത്തെ പ്രാർത്ഥന എന്റെ വീട്ടിൽ അനുഗ്രഹമാകണം എന്ന് നമ്മൾ ആഗ്രഹിച്ചു വേണം ഒരു പ്രാർത്ഥന. ഇല്ലാത്തൊരു ക്രമയില് വീട്ടിലൊരു പ്രാർത്ഥന വെക്കുന്നു എന്ന് നിങ്ങൾക്കറിയാം. ദൈവദാസൻ വന്നാൽ കൂട്ടായ്മ കൊടുക്കണമെന്ന് നിങ്ങൾക്കറിയാം. അറിയത്തില്ലേ? ഞങ്ങളുടെ ഒരു ദൈവദാസനുണ്ട്, എന്റെ സ്നേഹിതനാണ്. പുള്ളി ഇപ്പൊ 1 വർഷം കൊണ്ട് മീറ്റിംഗ് വിളിക്കാറില്ല, അല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ വിളിക്കും. വിളിച്ചു പോകുന്ന സമയത്ത് ഒരു ചെറിയ കാണിക്ക തരും. തന്നേച്ച് പുള്ളിക്കാരൻ പറയും വണ്ടിക്കൂലിക്കേ ഉള്ളൂ, അടുത്ത് വരുമ്പോ നമുക്ക്. ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചു പാവമില്ല എന്നുണ്ടായിരിക്കും. 2ാം പ്രാവശ്യം ചെന്നപ്പോഴും ഈ ഡയലോഗ് തന്നെ പറയുന്നു. പിന്നെയാണ് വേറൊരു കൂട്ടുകാരനെ കണ്ടപ്പോൾ പുള്ളി പറഞ്ഞു, ഇത് പുള്ളിയുടെ സ്ഥിരം ഡയലോഗാണ്. സ്വോത്രം സ്വോത്രം. കടം മേടിച്ചതാ പാസ്റ്റർ പ്രാർത്ഥന. 10 പൈസ കടം മേടിച്ച് പ്രാർത്ഥന വെക്കരുത്. മുട്ടയിലിരുന്ന് പ്രാർത്ഥിച്ച് തമ്പുരാനെ വാങ്ങിച്ചോണം. മനസ്സിലാകുന്നുണ്ടോ? അപ്പുറം ഇപ്പുറത്തെ വീഡിയോ എന്റെ വീട്ടിൽ പ്രാർത്ഥന 10-20 പറഞ്ഞ് നടക്കരുത്. അത് ക്രമം കെട്ടവരുടെ പ്രവൃത്തിയാ. നീ എവിടെ പോയി? പ്രാർത്ഥനയുടെ കാര്യം നേരത്തെ അറിയില്ല. മുട്ടുമടക്കി ദൈവസം ഇന്ന് പ്രാർത്ഥിയില്ല. തക്ക സമയത്ത് ദൈവം വഴി തുറക്കും. വിശ്വാസം കുറവുണ്ടല്ലേ? വിശ്വാസത്തിൽ കുറവ് വന്നിട്ടുണ്ടല്ലേ? വിശ്വാസം കുറയരുത്. വിശ്വാസത്തിൽ നമ്മൾ ശക്തിപ്പെടണം. ദൈവത്താൽ അസാധ്യമായതൊന്നും ഇല്ല. തക്ക സമയത്ത് ദൈവം വഴികളും വാതിലുകളും ഒക്കെ ദൈവം ഒരുക്കി തരും. നമ്മൾ സേവിക്കുന്ന ദൈവം വിശ്വസ്തൻ. അപ്പോ ക്രമം വേണം. ക്രമം കെട്ട് ജീവിക്കുക. വിശ്വാസിയെ കണ്ട വിശ്വാസി അവൻ ക്രമം തെറ്റി നടക്കരുത്. മനസ്സിലാകുന്നുണ്ടോ? നമ്മളെ കാണുന്നവർ പറയണം അവൻ ദൈവ വൈതലാണ്. സ്തോത്രം. എന്നെ കാണുന്നവൻ പറയണം അദ്ദേഹത്തിൽ ഒരു ക്രിസ്തുവിനെ ഞാൻ കണ്ടെന്ന് പറയണം. നമ്മുടെ പ്രവൃത്തികൾ നേരെയാകണം. നമ്മുടെ സ്തോത്ര ക്രമക്കേടുകളെ മാറ്റണം. ആരാധനയ്ക്ക് വരുന്നതിന് ക്രമമുണ്ട്. സ്തോത്രം. അത് കൃത്യനിഷ്ഠയോടെ വേണം നമ്മൾ ദൈവത്തെ ആരാധിക്കേണ്ടത്. പാട്ട് പാടുമ്പോൾ പാട്ട് പാടണം. പാട്ട് പാടുന്ന സമയത്ത് അടച്ച് ഉരുക്കി പിടിച്ച് സ്തോത്രം ഇങ്ങനെ മുട്ടയിടിച്ച് വെച്ച് അന്യഭാഷ തകർക്കരുത്. ക്രമം കെട്ട പ്രവൃത്തിയാണ്. പാട്ട് പാടുകയല്ല. അന്നേരം മുട്ട മടക്കി ഇരുന്നുകൊണ്ട് ഒരു കൈ ഇങ്ങനെ മുറുക്കി പിടിച്ച് മുട്ടയിൽ ഇടിച്ചിട്ട് കാന്താരി മുളക് കടിച്ചതിന്റെ റിയാക്ഷൻ. ദൈവം വെറുക്കുന്നു. ദൈവവചനം കേൾക്കുമ്പോ സങ്കീർത്തനം വായിച്ച് തീർക്കാൻ നിൽക്കരുത്. ക്രമം കെട്ടവരുടെ പ്രവൃത്തിയാ. ദൈവം വെറുക്കുന്നു. കണ്ണടച്ച് പ്രാർത്ഥിക്കാന്ന് പറയുമ്പോ കണ്ണ് തുറന്ന് കഴിക്കുവാൻ എണ്ണരുത്. ക്രമം കെട്ടവരുടെ പ്രവൃത്തിയാ.
10 മണിക്ക് ആരാധനയ്ക്ക് 10:30 കയറി വരുന്നത് ക്രമം കെട്ടവരുടെ പ്രവൃത്തിയാണ്. സ്വോത്രം സ്വോത്രം. മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? കുഞ്ഞുങ്ങളെ സൺഡേ സ്കൂളിന് ഇരുത്തണം കൃത്യനിഷ്ഠയോടെ. അവർ പഠിച്ചു വരുന്ന മനഃപ്പാഠങ്ങളെ കൃത്യനിഷ്ഠയോടെ ചോദിക്കണം വീട്ടില്. അല്ലാതെ ഇവിടെ വന്നിരുന്നില്ലാലും വിളിക്കരുത്. പറയണം, ഇടണം, പിടിയണം. മനസ്സിലാകുന്നു എന്ന് ഞാൻ ചിന്തിക്കുക. ഞാൻ വിശദീകരിക്കുന്നില്ല. താഴോട്ട് അടുത്ത ഭാഗത്തിലേക്ക് കടന്നു വരാം. 2 തെസ്സലോനിക്കർ നമ്മൾ ഏതാ വായിച്ചത്? 3:7. ഓക്കെ, ഇനി 1 തെസ്സലോനിക്കർ 5:14. സഹോദരന്മാരെ, ഞങ്ങൾ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിപ്പിൻ എന്ന പകൽക്കാലം ആ വചനപ്രകാരമാണ് ഞാൻ നിങ്ങളെ ബുദ്ധി ഉപദേശിക്കുന്നത്. ക്രമം കെട്ടവർ എന്ത് ചെയ്യണം? ബുദ്ധി ഉപദേശിക്കണം. അല്ലാതെ പിന്നെ ശരിയായി വരും എന്നുള്ളതല്ല. മനസ്സിലാകുന്നുണ്ടോ? ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിപ്പിൻ. ഇനി ആമേൻ സ്തോത്രം. 2 തെസ്സലോനിക്കർ തന്നെയാണ് അടുത്ത ഭാഗം. 3-ാം അധ്യായത്തിൽ തന്നെ 6-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. സഹോദരന്മാരെ, ഞങ്ങളോട് പ്രാപിച്ച പ്രമാണം വിട്ട് ക്രമം കെട്ടു നടക്കുന്ന ഏത് സഹോദരനോടും അകന്നുകൊള്ളണമെന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളോട് യാചിക്കുന്നു എന്നല്ല, ഞങ്ങൾ നിങ്ങളോട് ആജ്ഞാപിക്കുന്നു. എന്താണ് അവിടുത്തെ ആമേൻ അതിന്റെ കണ്ടന്റ്? ഒന്നുകൂടെ വായിച്ച്. സഹോദരന്മാരെ, അവിടെ നോക്കുക, നമ്മൾ ആരാ? നമ്മൾ പ്രമാണമുള്ളവരാ. നമുക്ക് എന്തുണ്ട്? പ്രമാണമുണ്ട്. അല്ലേ? അല്ലേ? ദൈവവചനമെന്ന പ്രമാണം പ്രാപിച്ചവരാണ് നമ്മൾ. യഹൂദനെ മറ്റു ജാതികളിൽ നിന്നും വ്യത്യസ്തനാക്കുന്ന ഏക കാരണമെന്ന് പറഞ്ഞാൽ യഹൂദന് പ്രമാണമുണ്ട്. അവൻ ദൈവവചനം അനുസരിച്ച് മാത്രമേ യഹൂദൻ കാര്യങ്ങൾ ചെയ്യൂ. മനസ്സിലാകുന്നുണ്ടോ? നമുക്ക് പ്രമാണമുണ്ട്. പ്രമാണമൊന്നും വേണ്ട. പ്രമാണമൊന്നും വേണ്ട. സ്വത്രം സ്വത്രം. ലോകപ്രകാരം ജീവിക്കണം, പള്ളി വന്ന് നമ്മൾ തുള്ളണം. ഇത് ഇന്നത്തെ രീതി. മനസ്സിലാകുന്നുണ്ടോ? പിന്നെ പിന്നെ ഉടായിപ്പ പ്രവാചകന്മാരുടെ അയ്യരുകൾ ഇഷ്ടം പോലെ ഉണ്ട്. കഴിഞ്ഞ ദിവസം ഒരുത്തൻ ഒരു ഫാമിലിയെ വിളിച്ചിട്ട് പറഞ്ഞു, എന്റെ പൊന്നച്ഛനെ കണ്ടപ്പോഴേ ഇടുക്കി എന്ന് പറയുന്നു. ഇങ്ങനെ ഇടുക്കാൻ പറഞ്ഞല്ല, ഇടുക്കി. അന്നേരം അച്ഛൻ പറഞ്ഞു, അതെ ഇടുക്കിയില്ല, ഇടുക്കിന്ന് വരുവാ ഞങ്ങള്. ഇടുക്കിയിൽ എവിടെയാ? ഇടുക്കി കാണിച്ച ദൈവത്തിന് ഇടുക്കിയിൽ എവിടെയാന്ന് കാണിച്ചു പോയി. ബുദ്ധിയിൽ കുഞ്ഞുങ്ങളാകരുതെന്ന്. ബുദ്ധിയില് അച്ഛാ, ഞാനൊരു മരം നിൽക്കുന്ന കാണുന്നുണ്ട്. മാവല്ലേ നിൽക്കുന്നേ? ദൈവം കാണിക്കുന്നുണ്ട്. ഇപ്പൊ ദൈവം ഇങ്ങനെ മിഷൻ സ്ക്രീനിൽ കാണിച്ചു കൊടുക്കുക. എന്നാലും മറ്റേ പുള്ളി പറയുന്നത് കേട്ടോ, മാവല്ല, വേറെ എന്നാ ഒരു മരത്തിന്റെ അത് തന്നെ. പൊന്ന ദൈവമൊക്കെ എന്റെ കണ്ണും വെട്ടി കിട്ടിയ സൺഡ്രി ജയിലിൽ പോയാലും കുഴപ്പമില്ല. ഇവരെയൊക്കെ ഞാൻ മുട്ടുകാത്തി. ഒരു ഉപദേശം കൊണ്ട് നടക്കുന്ന യുവമാരെ വാഴിക്കാൻ പാടില്ലെന്നാണ്. ദൈവം വിക്കനൊന്നുമല്ല. ചില ബാബു ഉണ്ടോ? ബാബു ഇതന്നെ ബാബു, ഇത്രയും വലിയ ബാബു. നമുക്ക് പ്രമാണമുണ്ടെന്നേ. ആരേലും വല്ലോ വിളിച്ച് പ്രസംഗിക്കുന്ന കേട്ടേച്ചാ അത് തന്നെ സ്വത്രം എന്ന് പറയരുത്. ഇതിനകത്ത് തപ്പി നോക്കണം, പറയുന്നത് ശരിയാണോ, പറയുന്ന വാക്യം കുറിക്കണം, വീട്ടിൽ കൊണ്ടുപോയി വായിക്കണം. പുള്ളി പറഞ്ഞത് വെളിവുകേടാണോ വെളിപ്പാടാണോ, വെളിവുകേടാണോ വെളിപ്പാടാണോ? ഇത് വെളിപ്പാടും അറിയില്ല, വെളിവുകേടും അറിയില്ല, എല്ലാം കൂടെ ഇടകലർന്ന് കിടക്കുക.
ഞങ്ങളോട് പ്രാപിച്ച പ്രമാണത്തിന് ഒത്തവണ്ണം നിങ്ങൾ ജീവിക്കുന്നു. ആരാധിക്കാൻ എന്തുണ്ട്? പ്രമാണമുണ്ട്. ആരാധനയ്ക്ക് വരുന്നതിനൊരു പ്രമാണമുണ്ട്. ആരാധന വിട്ട് പോകാനൊരു പ്രമാണമുണ്ട്. അല്ലേ? സഭാപ്രസംഗി 5:1 മുതൽ വായിച്ച് വേഗം വായിക്കണം. എന്റെ വിഷയം ഇതല്ല, പെട്ടെന്ന് വായിക്കില്ല. ദേവാലയത്തിലേക്ക് പോകുമ്പോൾ അതൊരു പ്രമാണമാണ്. ദൈവം പറയുക, ദേവാലയത്തിലേക്ക്, ചർച്ചിലേക്ക് പോകുമ്പോ, പള്ളിയിൽ പോകുമ്പോ നിന്റെ കാല്, നിന്റെ നടപ്പ്, നിന്റെ ജീവിതം, കാല് സൂക്ഷിക്കാൻ പറഞ്ഞാൽ അതിന്റെ അർത്ഥം നടപ്പ്. നടപ്പെന്ന് പറഞ്ഞാൽ ജീവിതത്തെ കാണിക്കുകയാണ്. കാല് പോകുന്നിടത്താണ് നമ്മൾ പോകുന്നത്. അല്ലേ? സ്തോത്രം, സ്തോത്രം. അല്ലെ? കാല് പോകുന്നിടത്ത് നമ്മൾ പോകുന്നത്. അതുകൊണ്ടാണ് യെശയ്യാവ് 58 പറഞ്ഞത്, നിന്റെ കാൽ അടക്കി വൈ. അതിന്റെ അർത്ഥം നിന്റെ കാൽ എന്ത് ചെയ്യൂല, അടങ്ങുന്നതല്ല, നമ്മൾ തന്നെ അതിനെ അടക്കി വയ്ക്കണം. അതുകൊണ്ടാണ് മദ്യപാനം ഉപേക്ഷിച്ചാലും ചിലരുടെ കാല് മദ്യപിക്കുന്നവരെ കാണുമ്പോൾ അങ്ങോട്ട് പോകും. ചീട്ടുകളിൽ നിർത്തിയാലും ചിലരുടെ കാല് അങ്ങോട്ട് പോകും. രണ്ട് പെണ്ണുങ്ങൾ കൂടി നിന്ന് കഴിഞ്ഞാൽ ചില അമ്മാമ്മമാര്, പരദൂഷണക്കാര്, ഇവർക്ക് അത് കാണുമ്പോൾ സഹിക്കാൻ മേലാണ്ട് കാല് പതുക്കെ പറയും, പോ പോ, നീയും കൂടെ പോ, നിന്റെ കുറവേ ഉള്ളൂ, നീയും കൂടെ പോയി ജ്വലിപ്പിച്ചുകൂടെ, കൃപാവരം ജ്വലിപ്പിച്ചുകൂടെ. അമ്മാമ്മ അവിടെ ചെന്ന് അങ്ങ് കൂടെ ഇരുന്ന് അങ്ങ് കത്തിച്ചു വിടുകയാ, ജ്വലിപ്പിച്ചു. ഞായറാഴ്ച വന്ന പാടും നിന്റെ പേരിൽ ഞങ്ങൾ ചെയ്യും. പ്രമാണം ഉണ്ടെന്ന് പറഞ്ഞു. ആലയത്തിൽ പോകുമ്പോൾ നിന്റെ കാലെത്തിക്കണം. ഇടയ്ക്കൊക്കെ കാല് പറയുന്നില്ല, ഇവിടെ നില്ല, 5 മിനിറ്റ് കഴിഞ്ഞു പോകും. ആദ്യത്തെ പാട്ട് തീർത്ത് രണ്ടാമത്തെ പറഞ്ഞു പോകാനാണ്. ചിലപ്പോൾ കാല് പറയും, ഇയാളെ പ്രസംഗം ഒന്നും കേൾക്കണ്ട, പോ പോ, വെളിയിലോട്ട് പോ. കാല് നമ്മളെ വലിച്ചോണ്ടെന്ന് പോകും. കാല് സൂക്ഷിക്കണം, നടപ്പ് സൂക്ഷിക്കണം, ജീവിതം സൂക്ഷിക്കണം. വായിച്ചതായിട്ട് മൂഢന്മാർ യാഗം അർപ്പിക്കുന്നതിനേക്കാൾ അടുത്ത് ചെന്ന് കേൾക്കുന്നതാണ് നല്ലത്. മൂഢന്മാരെ നിങ്ങൾ കിടന്ന് പ്രാപിച്ചു എന്ന് പറയുമ്പോൾ കിടന്ന് തുള്ളിച്ചാടി ഡാൻസ് കളിക്കുന്നതിനേക്കാളും നല്ലത് എന്താണ്? ദൈവവചനം കേൾക്കുന്നതാണ് നല്ലത്. യാഗം പിന്നെ കഴിക്കാം. ചിലർ ചിന്തിക്കുന്ന യാഗം കഴിച്ചു കഴിഞ്ഞാൽ എല്ലാം ഓക്കെ ആയിരുന്നു. അല്ല, എങ്കിൽ പിന്നെ ഈ കയ്യിനിൽ ദൈവം പ്രസാദിക്കുമായിരുന്നു. കയ്യിന്റെ യാഗം ദൈവം പ്രസാദിക്കുമായിരുന്നു. കയ്യിനോട് പറഞ്ഞത് പോലെ നിന്നിലും നിന്റെ വഴിപാടിലും ആദ്യം നിന്നിൽ ദൈവത്തിന്റെ പ്രസാദം തോന്നണം, എന്നിട്ട് വേണം നിന്റെ യാഗത്തിൽ ദൈവത്തിന്റെ പ്രസാദം തോന്നണം. അല്ലേ? ആ കൂടെ ഉണ്ടായിരുന്ന 10 സെന്റ് ദൈവദാസനെ ഞാൻ സെമിത്തേരിക്ക് വേണ്ടി തരാൻ കൊടുത്തു, എഴുതി കൊടുത്തു. ദൈവം പ്രസാദിക്കണമെന്നില്ല. നീ ഉണ്ടോ? കൊർന്നല്യോസിനോട് ദൈവം പറഞ്ഞത്, നിന്റെ ദാനവും നിന്റെ ധർമ്മവും നിന്റെ പ്രാർത്ഥനയൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്, പക്ഷെ നീ ഇവിടെ എത്തിയില്ല. അതുകൊണ്ട് ഞാൻ എന്റെ ദാസനെ നിന്റെ വീട്ടിലായിരിക്കും മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ടോളാൻ നീ പോകണമെങ്കിൽ. മനസ്സിലാകുന്നില്ല? മൂഢൻ. ആരാ മൂഢൻ? ദൈവത്തെ വിശ്വസിക്കേണ്ടതുപോലെ വിശ്വസിക്കാത്തവൻ ആരാണ്? മൂഢൻ. പിന്നെ ആരാ മൂഢൻ? മൂഢൻ ഈ ലോകത്തിലെ ആശ്രയങ്ങളെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നവൻ. ദൈവത്തെ അവന് പ്രശ്നമല്ല. ദൈവമില്ല എന്ന് പറയുന്നവനാണ് മൂഢൻ. ദൈവവിശ്വാസം നഷ്ടപ്പെടുന്നവനാണ് മൂഢൻ. അവൻ കർത്താവ് പറയുന്നത്, നീ അടുത്ത് വന്ന് കേൾക്കും, പിന്നെ യാഗം കഴിക്കാം, പിന്നെ സ്വത്രം പറയാം, പിന്നെ അന്യഭാഷ പറയാം. ഇത് ആരാണ്ട് ഒരാള് നീളക്കുപ്പായം ഇട്ടേച്ച് വെള്ളം കൊടുത്ത് വന്നെന്ന് കേൾക്കുമ്പോ 6 മണിക്ക് യോഗം 5:30 ചെന്ന് ഫ്രണ്ടിൽ സീറ്റ് ഒഴിക്കുക തുള്ളാൻ വേണ്ടി. തുള്ളല് പിന്നെ ആദ്യം കേൾക്കണം, വചനം കേൾക്കണം. വചനത്തെ പരിജ്ഞാനമില്ലായികയാണല്ലോ ഈ മനുഷ്യരെല്ലാം ദോഷം ചെയ്യുന്നത്. അടുത്ത ഭാഗം, അതിവേഗത്തിൽ ഒന്നും പറയരുത്, ദൈവസന്നിധിയിൽ ഒരു വാക്കുച്ചരിപ്പാൻ നിന്റെ ഹൃദയം ഭക്തപ്പെടരുത്. ഒരു പ്രസംഗം കേട്ടെന്ന് പറഞ്ഞേച്ച് അയ്യോ ഇന്ന് തന്നെ എനിക്ക് തീരുമാനം എടുക്കണം, എന്റെ വീട് സ്ഥലം ഇന്ന് തന്നെ ദൈവനാമത്തിൽ വിട്ടു കൊടുക്കണമെന്ന് തീരുമാനിക്കാൻ നിൽക്കരുത്.
നീ ചാടിക്കേറി ഒരു വാക്ക് ദൈവസന്നിധിയിൽ എന്ത് ചെയ്യരുത്. ചിലര് ഒന്നും തിരിഞ്ഞും ചിന്തിക്കുകയല്ല. എല്ലാവരുടെയും ആ മുമ്പേ ഒന്ന് സ്റ്റാർ ആകാൻ വേണ്ടി നമുക്ക് ഇങ്ങനെ ഒരു മാസഹോമത്തിനൊരു ആവശ്യമുണ്ട്. പാസ്റ്റർ ഞാൻ ബിരിയാണി, എന്നാലും ആ പാസ്റ്റർ പറഞ്ഞത് 1000 പേര് കൂടും. വിചാരിച്ച് 10 പേർക്ക് കൊടുക്കുന്ന കാര്യമാണ്. കേൾപ്പാൻ വേഗതയും പറയാൻ താമസവും. മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ ആലോചിക്കണം, ചിന്തിക്കണം, പ്രവർത്തിക്കണം. ചാടിക്കേറി പറയുന്ന വാക്കുകൾ നമ്മൾ കണക്ക് കൊടുക്കേണ്ടി വരും. കാരണം ദൈവം സ്വർഗത്തിലും നമ്മൾ അടുത്തായിരുന്നെങ്കിൽ അടിയാ ക്ഷമിക്കണമെന്നെങ്കിലും പറയാം, പിള്ളേരുടെ ഭാഷയ്ക്ക് അത് ഒക്കെയില്ല. തമ്പുരാൻ മേടില്ല. മനസ്സിലാകുന്നുണ്ടോ? വായിച്ചുവിട്ടെ. ആകയാൽ നിന്റെ വാക്ക് പറയ വാക്കുകൾ. അടുത്ത കഷ്ടപ്പാടിന്റെ ആധിക്യം കൊണ്ട് സ്വപ്നവും വാക്ക് പെരുപ്പം കൊണ്ട് പോഷണ ജൽപ്പനവും ജനിക്കുന്നു. ദൈവത്തിന് നേർച്ച നേർന്നാൽ കഴിപ്പാൻ താമസിക്കരുത്. അതിനു മുമ്പ് നേർച്ച നേർന്നാൽ നിവർത്തിക്കാൻ കഴിയുമെന്ന് ഉറപ്പുണ്ടെങ്കിലേ നേരാവും. ആരോട് നേർച്ച നേരാനൊന്നും ദൈവം പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടുണ്ടോ? ഒത്തുകൊട പിടിക്കാൻ പറഞ്ഞോ? ഇഷ്ടിക ചുമക്കാൻ പറഞ്ഞിട്ടുണ്ടോ? എടത്തോ പള്ളിയിൽ പോയി 4 സൈഡ് 4 വശം ഇരുന്ന് ഞരങ്ങാൻ പറഞ്ഞു, അല്ലെങ്കിൽ ഉരുളാൻ പറഞ്ഞു? ഇല്ല. പള്ളിക്ക് പാനി മേടിച്ചാൽ പറഞ്ഞില്ല. ദൈവം പറഞ്ഞില്ല. പക്ഷെ കർത്തനെ ആദിക്കും സ്വപ്നത്തിന്റെ വെറുപ്പ് ഇതെല്ലാം കൂടെ ആട്ടിക്കൂടി അങ്ങോട്ട് താങ്ങും വിളിച്ചെന്ന് പറഞ്ഞു, ഞാൻ ഇന്നത് ചെയ്തേക്കാം. ചെയ്യാനെന്ന് പറഞ്ഞാൽ നീ ചെയ്തിരിക്കണം. ഇല്ലെങ്കിൽ ദൈവസന്നിധിയിൽ അത് ക്രമക്കേടാണ്. സ്വോത്രം മനസ്സിലാകുന്ന ക്രമക്കേടാണ്. ആരാധനയിൽ ക്രമക്കേട് പാടില്ല. വീട്ടിലൊരു പ്രാർത്ഥന വെച്ചാൽ വീട്ടിൽ 4 പേരുണ്ടോ 4 പേരും ആ പ്രാർത്ഥനയ്ക്ക് ഉണ്ടായിരിക്കണം. നീ പിടിച്ചാൽ കിട്ടാത്ത ചിലതൊക്കെ ഉണ്ട്, അതൊക്കെ പിടിവിട്ട് പോകുന്നത്. അത് പോട്ടെ, അതൊക്കെ നാളെ ലാസർ വന്നതുപോലെ കയറിഞ്ഞു പോലും. മനസ്സിലായില്ല? മനസ്സിലാകുന്നുണ്ടോ? ആരാധനയൊക്കെ മുടക്കരുത്, സഭായോഗം മുടക്കരുത്. അത് പാപമാണ് അല്ലേ? യശയ്യാവ് 58 പറയുന്നുണ്ട്, നീ നിന്റെ കാര്യാദികൾക്ക് വേണ്ടി എന്റെ വിശുദ്ധ ദിവസത്തെ നീ അശുദ്ധമാക്കരുത്, അല്ലെങ്കിൽ അവൻ വ്യർത്ഥമെന്ന് പറയരുത്. സ്വോത്രം 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 അല്ലേ? സഭായോഗം മുടക്കി പോവുക. പോകുമ്പോഴേ കർത്താവ് വന്ന പോകുമോ? ഇന്ന് ഞായറാഴ്ച ഞാൻ അപ്പുറത്തെ വീടിന്റെ വസ്തുവിന്റെ അതിലെ ചെന്ന് തൂമ്പായി വെച്ച് അതിൽ മാന്തിക്കൊണ്ടിരിക്കുക. അന്നേരം കർത്താവ് വന്നേ, ഞാൻ പോവോ? ഇവിടെ സഹായം നടക്കുക, ഞാൻ മെറ്റിൽ ചുമ്മിക്കൊണ്ട് നടക്കുക. കർത്താവ് വന്ന് പോവോ? നമ്മൾ കർത്താവിന് വേണ്ടി ഒരുങ്ങുമ്പോൾ വ്യവസ്ഥ പ്രമാണമുള്ളവരാണ് നമ്മൾ. സ്വോത്രം 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 മനസ്സിലാകുന്നുണ്ടോ? സഭായോഗങ്ങളെ നമ്മൾ മുടക്കരുത്. ആവുമെങ്കിൽ ആയുസ്സുടർന്ന ദൈവത്തെ ആരാധിക്കാൻ ആ സമയം നമ്മൾ മോഷ്ടിച്ചാൽ നമ്മൾ കള്ളനാ, നമ്മൾ കള്ളിയാ. 5 മിനിറ്റ് താമസിച്ച് വന്ന 5 മിനിറ്റ് മോഷ്ടിച്ചു കഴിഞ്ഞു. മനസ്സിലാകുന്നുണ്ടോ? ആമേൻ. സ്തോത്രം. ഞാൻ ആ ഭാഗം അവിടെ അവസാനിപ്പിക്കുകയാണ്. ഒന്ന് വായിച്ച് അടുത്ത അതിന്റെ 11ാമത്തെ വാക്യം വായിക്കാം. 2 തെസ്സലോനിക്കർ 3:11. അയ്യോ, മറിച്ചോ? ഒരാൾക്കേ ഉള്ളൂ ഇവിടെ. 2 തെസ്സലോനിക്കർ 3:11 വായിച്ചോ. നിങ്ങളിൽ ചിലർ ഒട്ടും വേല ചെയ്യാതെ പരകാര്യം നോക്കി ദൈവത്തിന്റെ വചനം പറയുക, നിങ്ങളിൽ ചിലർ, എല്ലാവരും അല്ല, നിങ്ങളിൽ ചിലർ. അടുത്ത പദം എന്താ? ഒട്ടും എന്തോ വേല ചെയ്യാതെ. എന്തോ വേലയാ? കർത്താവിന്റെ വേല, ദൈവവേല അല്ലെ? എന്താ ദൈവവേല എന്ന് പറഞ്ഞാൽ? പ്രസംഗിക്കുന്നതാണോ ദൈവവേല?
ട്രാക്ട് കൊടുക്കുന്നതാണോ ദൈവവേല? പ്രസംഗിക്കുന്നതും ദൈവവേല, ട്രാക്ട് കൊടുക്കുന്നതും ദൈവവേല, ഒരാളെ വഴിയിൽ വെച്ചുകൊണ്ട് ആരാധനയ്ക്ക് ക്ഷണിക്കുന്നതും ദൈവവേലയുടെ ഭാഗമാണ്. ആമേൻ. ഇവിടെ വരുന്ന ദൈവമക്കൾക്ക് കുടിക്കാൻ ഒരു കലം വെള്ളം തിളപ്പിച്ച് കൊണ്ടുവയ്ക്കുന്നതും ദൈവവേലയുടെ ഭാഗമാണ്. ചർച്ച വന്ന് രാവിലെ വന്ന് തൂത്ത് പായിടുന്നതും ദൈവവേലയുടെ ഭാഗമാണ്. ചിലന്തി വരെയും ആമേൻ ഈ ഇതൊക്കെ അടിച്ചിരിക്കുന്നതിനെല്ലാം അടിച്ച് വൃത്തിയാക്കുന്നതും ദൈവം. ചിലപ്പോൾ എന്നെ വിളിച്ചിട്ടില്ല, എന്നെ പഴയ നിയമത്തിലാണ് ചിലരെ വിളിച്ചത്. പുതിയ നിയമത്തിൽ നമ്മ എല്ലാവരെയും കർത്താവ് തന്റെ വേലയ്ക്ക് വേണ്ടിയാണ് വിളിച്ചത്. അന്ധകാരത്തിൽ നിന്നും തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സദ്ഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം നമ്മളെല്ലാം തിരഞ്ഞെടുക്കപ്പെട്ട രാജകീയ പുരോഹിത വർഗമാണ്. അപ്പൊ ദൈവം നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? എല്ലാവരെയും ആമേൻ നമ്മൾ മെനക്കെട്ട് നിന്നവനാ അല്ലെ? കർത്താവ് ന്യായമായി ഇത് തരാം, വാ എന്റെ മുന്നിൽ തൊട്ടിട്ട് വേലയ്ക്കായിട്ട് വാ. ദൈവം നമ്മളെല്ലാവരെയും കർത്താവിന്റെ വേലയ്ക്കാണ് വിളിച്ചത്. പക്ഷേ ഇവിടെ പൗലോസ് പറയുന്നു, ആമേൻ സ്തോത്രം, ചിലർ ദൈവ വേല ചെയ്യേണ്ടത് ചെയ്യാതെ പല കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് സഭയിൽ ഒരു ഉപവാസ പ്രാർത്ഥന വയ്ക്കുമ്പോൾ തിരക്കുമ്പോൾ പല കാര്യങ്ങളിൽ ഏർപ്പെടുകയാണ്. അത് പാടില്ല. ഞാനത് വിശദീകരിച്ചാൽ നിങ്ങൾക്ക് സങ്കടപ്പെടും. നിങ്ങളുടെ ഇരിപ്പ് കാണുമ്പോൾ എനിക്ക് സങ്കടമാണ്. അതുകൊണ്ടാണ് വിശദീകരിക്കാതെ വേഗം പറഞ്ഞു വിടുന്നത്. പല കാര്യത്തിൽ ഇടപെടരുത് കേട്ടോ. ദൈവത്തെ ആരാധിക്കുവാൻ ദൈവം നിനക്ക് ആയുസ് തരുമ്പോൾ, ആരോഗ്യം തരുമ്പോൾ കൃത്യനിഷ്ഠയോട് ദൈവത്തെ സേവിക്കണം. നാളെ ഞാൻ ഉണ്ടാകുമോ നിങ്ങൾ ഉണ്ടാകുമോ എന്ന് പറയാൻ നമുക്ക് ആർക്കും ഒരിക്കലും കഴിയുകയില്ല. ആമേ ദൈവമുഖം അന്വേഷിക്കേണ്ടവൻ എന്ത് ചെയ്യണം? ദൈവമുഖം അന്വേഷിക്കണം. ആമേ സങ്കീർത്തനക്കാർ അതിരാവിലെ ഞാൻ നിന്നെ അന്വേഷിക്കും. അതിരാവിലെ ഞാൻ നിന്നെ അന്വേഷിക്കും. ഒരിക്കലും ആമേ 3 പേര് മരിച്ചു സ്വർഗ്ഗത്തിൽ പോയി. ശ്രദ്ധിച്ചു കേൾക്കണം. 3 പേര് അവിടെ ചെന്നപ്പോ രാത്രി ആയതുകൊണ്ട് കഥയാണ്. അതുകൊണ്ട് ബൈബിളിൽ എവിടെയാണെന്ന് ചോദിക്കരുത്, കഥയാണ്. അവിടെ രാത്രിയായപ്പോ ഏതായാലും സ്വർഗത്തിന്റെ വാതിലൊക്കെ അടച്ചിരിക്കുന്നു. അപ്പൊ ഇവർക്ക് വിശ്രമിക്കാൻ താൽക്കാലികമായി ഇടം കൊടുത്തു. അവരവിടെ കിടന്നു ഉറങ്ങി. രാവിലെ എഴുന്നേറ്റു. 3 പേരുണ്ട്. അപ്പൊ ഒരാളുടെ പതിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് കട്ടൻ കാപ്പി മസ്റ്റാ. അതാണ് പുള്ളിക്കാരൻ അത് രാവിലെ ചാടി കിടക്കപ്പായി എഴുന്നേറ്റ് കട്ടൻ കാപ്പി പോയി. ഒരു പുള്ളിക്കാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാള മനോരമയുടെ പത്രത്തിലെ നുണ വാർത്തകൾ വായിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ്. പുള്ളി എഴുന്നേറ്റാൽ ഭൂമിയിലെ ശീലമാണ്, എഴുന്നേറ്റിൽ അന്നേരം പത്രം കിട്ടണം. പുള്ളി പത്രം തപ്പി നടന്നു. വേറൊരു പുള്ളിക്കാരുണ്ട്. പുള്ളിക്കാരൻ എന്ത് ചെയ്യും? പുള്ളി എന്നോ അതിരാവിലെ എഴുന്നേറ്റ് മുട്ടുമുടങ്ങി ദൈവസന്നിധി. ഈ 3 പേരും രാവിലെ ഒരാൾ കട്ടൻ കാപ്പി തപ്പി നടന്നു, ഒരാൾ പത്രം നോക്കി നടന്നു, ഒരാള് ദൈവസന്നിധി മുട്ടുമുടക്കി. അയാൾ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ആമേൻ സ്വർഗത്തിന്റെ വാതിൽ തുറന്നു. അദ്ദേഹത്തോട് അകത്ത് കയറാൻ പറഞ്ഞു. മറ്റവര് 2 പേരും പത്രവും തപ്പി കട്ടൻ കാപ്പി തപ്പി അവര് നടന്നു. അവർ വന്നപ്പോ അവർക്ക് വാതിൽ തുറന്നില്ല. ദൈവമുഖം അന്വേഷിക്കുന്നവന് വേണ്ടി ദൈവം സ്വർഗത്തിന്റെ വാതിലുകളെ തുറക്കും. അവർക്ക് മനസ്സിലാക്കി. ഹല്ലേലൂയ. ആരും അറിയാത്ത നന്മകളോ ആർക്കും മനസ്സിലാകാത്തത് ആമേൻ ചില ഉയർച്ചകളും ഉന്നതമായ അനുഭവങ്ങൾ സർവശക്തനായ ദൈവം ആമേൻ നമുക്ക് വേണ്ടി തുറന്നു തരും. അതുകൊണ്ട് ആമേൻ ക്രമം കെട്ട് നമ്മൾ ജീവിക്കരുത്. ക്രമം കെട്ടവരുടെ പ്രവൃത്തിയെ നമ്മൾ എന്ത് ചെയ്യണം? വെറുക്കണം. ആമേൻ പൗലോസ് പറഞ്ഞിട്ട് ആമേൻ ഞങ്ങളോട് കേട്ട് പഠിച്ചിട്ട് അവർ വേലയ്ക്ക് പ്രയോജനപ്പെടാതെ അവർ ക്രമം കെട്ടവരായി നടന്നു. ഹല്ലേലൂയ. ആമേൻ വായിച്ചുകൊണ്ട് ആ വാക്യം, ഇങ്ങനെയുള്ളവരോട് സ്തോത്രം. ആമേൻ. ഇങ്ങനെയുള്ളവരെ വിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അകലണം എന്ന് കർത്താവിന്റെ വചനത്തിലൂടെ നമ്മെ പ്രബോധിപ്പിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഇന്ന് പകൽക്കാലം ആമേൻ എന്നെ കേൾക്കുന്ന